റൈസിംഗ് ഹരിയാന. രാജ്യത്ത് അതിവേഗം വികസിക്കുന്ന സംസ്ഥാനമാണ് ഹരിയാന. 2014 മുതൽ അഭൂതപൂർവമായ വളർച്ചയ്ക്കാണ് സംസ്ഥാനം സാക്ഷ്യം വഹിക്കുന്നത്. നഗരങ്ങളിലും അനുപാതമായി ഗ്രാമങ്ങളിലും വികസനം ഒരുപോലെ എത്തിക്കുകയാണ് നായബ് സിംഗ് സൈനി സർക്കാർ. സംസ്ഥാനത്ത് നോൺ സ്റ്റോപ്പ് വികസനത്തിന് എല്ലാ സാധ്യതകളും പരമാവധി പ്രയോജനപ്പെടുത്തുകയാണ് നായബ് സിംഗ് സൈനി സർക്കാർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഹരിയാനയിലെ ഇരട്ട എഞ്ചിൻ സർക്കാർ താഴെത്തട്ടിൽ സുതാര്യവും കാര്യക്ഷമവുമായ ക്ഷേമ പദ്ധതികൾ ഉറപ്പാക്കിയിട്ടുണ്ട്. പരിവാർ പെഹച്ചാൻ പത്ര പോലുള്ള നൂതന സംരംഭങ്ങളിലൂടെ പദ്ധതികൾ നേരിട്ട് ജനങ്ങളിലേക്ക് എത്തുന്നു. ഇന്ന് സംസ്ഥാനത്തെ 76 ലക്ഷത്തിലധികം കുടുംബങ്ങൾക്ക് 500-ലധികം ക്ഷേമ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ അവരുടെ വീട്ടുവാതിൽക്കൽ ലഭിക്കുന്നുണ്ട്. കോൺഗ്രസ് ഭരണകാലത്ത് 17 ലക്ഷം വയോജനങ്ങൾക്ക് മാത്രമേ പെൻഷൻ ലഭിച്ചിരുന്നുള്ളൂ. ഇന്ന് 36 ലക്ഷം ഗുണഭോക്താക്കൾക്ക് 3000 രൂപ പ്രതിമാസ സാമൂഹിക സുരക്ഷാ പെൻഷൻ നൽകുന്നു. വിളനാശത്തിന് BJP നേതൃത്വത്തിലുള്ള സർക്കാർ കഴിഞ്ഞ ദശകത്തിൽ 15,000 കോടിയിലധികം രൂപ നൽകി. ചിറായു ആയുഷ്മാൻ ഭാരത് പദ്ധതി പ്രകാരം 1.5 കോടി ഗുണഭോക്താക്കളെ ഉൾപ്പെടുത്തി 20 ലക്ഷത്തിലധികം രോഗികൾക്ക് 2,761 കോടി രൂപയുടെ സൗജന്യ ചികിത്സ നൽകി. മാലിന്യ സംസ്കരണം, പരിസ്ഥിതി സംരക്ഷണം, ഊർജ നവീകരണം എന്നിവയിൽ സൈനി സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണ്. ശുചിത്വ മേഖലയിൽ സംസ്ഥാനം അഭിമാനകരമായ നേട്ടം കൈവരിച്ചത് അടുത്തിടെയാണ്. സ്വച്ഛ് സർവേക്ഷണിൽ ഈ വർഷം കർണാലും സോനിപത്തും ദേശീയ ബഹുമതി നേടി. രാജ്യത്തെ ഏറ്റവും വൃത്തിയുള്ള 15 നഗരങ്ങളിൽ കർണാൽ ഇടം നേടിയപ്പോൾ ശുചിത്വത്തിനുള്ള പുരസ്കാരം സോനിപത്ത് കരസ്ഥമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വച്ഛ് ഭാരത് ദൗത്യത്തിന് പൂർണ്ണ പിന്തുണ നൽകിയാണ് ഹരിയാന സർക്കാർ പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനിടെ സംസ്ഥാനത്തെ 75 പഴയ മാലിന്യ കൂമ്പാരങ്ങളിൽ നിന്നായി 101 ലക്ഷം മെട്രിക് ടൺ മാലിന്യത്തിൽ നിന്ന് ഏകദേശം 69 ലക്ഷം മെട്രിക് ടൺ ശാസ്ത്രീയമായി സംസ്കരിച്ചു. ഇതിലൂടെ 109 ഏക്കർ ഭൂമിയാണ് തിരികെ പിടിക്കാനായത്. നിലവിൽ അത് ഹരിത മേഖലകളായും പാർക്കുകളായും കമ്മ്യൂണിറ്റി ഇടങ്ങളായും വികസിപ്പിക്കുകയാണ് സർക്കാർ. ഗ്രീൻ കോൾ പ്ലാന്റുകൾ സ്ഥാപിക്കും. ഇതിലൂടെ ഫരീദാബാദ്, ഗുരുഗ്രാം തുടങ്ങിയ നഗരങ്ങളിൽ നിന്നുള്ള പ്രതിദിന ഖരമാലിന്യങ്ങൾ 400 മുതൽ 500 വരെ ടൺ കൽക്കരിയാക്കി മാറ്റാനാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മാർഗനിർദ്ദേശപ്രകാരം ഹരിയാനയുടെ സമഗ്ര വികസനത്തിനായി മുഖ്യമന്ത്രി നായബ് സിംഗ് സൈനി അക്ഷീണം പ്രവർത്തിക്കുന്നു. എല്ലാ വിഭാഗങ്ങളുടെയും തുല്യ വികസനമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. കുടിവെള്ള പ്രശ്നത്തിലും സർക്കാർ പ്രത്യേക ശ്രദ്ധ ചെലുത്തുന്നു. നാസിർപൂരിലെയും നുനി അവലിലെയും കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാൻ അമൃത് 2.0 പദ്ധതി പ്രകാരം ഏകദേശം 148 കോടി രൂപയുടെ ഒരു പദ്ധതി ആസൂത്രണം ചെയ്യുകയാണ് സർക്കാർ. സേവനവും സദ്ഭരണവുമാണ് സൈനി സർക്കാരിന്റെ മുഖമുദ്ര. ജനങ്ങളുമായി നേരിട്ടിടപെട്ടാണ് സർക്കാരിന്റെ ഭരണമാതൃക. ജില്ലകൾ തോറും ജില്ലാ പബ്ലിക് റിലേഷൻസ് ആൻഡ് ഗ്രീവൻസ് റിഡ്രസൽ കമ്മിറ്റി യോഗങ്ങൾ എല്ലാ മാസവും നടത്തണമെന്നാണ് സൈനി സർക്കാരിന്റെ നിർദ്ദേശം. ആവശ്യാനുസരണം ജില്ലാ വികസന മോണിറ്ററിംഗ് കമ്മിറ്റി യോഗങ്ങളും വിളിക്കാൻ സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. മന്ത്രാലയങ്ങളും മന്ത്രിമാരും പരാതി പരിഹാര സമിതി യോഗങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. ജയിൽ സുരക്ഷയുടെ കാര്യത്തിലും സൈനി സർക്കാർ കർശന നിലപാടാണ് എടുക്കുന്നത്. സംസ്ഥാനത്തെ എല്ലാ ജയിലുകളിലും ആധുനിക സുരക്ഷാ സംവിധാനങ്ങൾ സജ്ജീകരിച്ചു കഴിഞ്ഞു. വികസന പദ്ധതികൾക്ക് പുതിയ ഭൂമി വാങ്ങൽ നയത്തിന് സൈനി സർക്കാർ രൂപം നൽകി. വികസനാവശ്യങ്ങൾക്ക് സർക്കാർ വകുപ്പുകൾക്കും സർക്കാർ സ്ഥാപനങ്ങൾക്കും ഭൂവുടമകൾക്ക് സ്വമേധയാ ഭൂമി നൽകാനാകും. നൈപുണ്യ വികസന പരിപാടികളിലൂടെ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുക എന്നതാണ് സൈനി സർക്കാരിന്റെ നയം. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഗവേഷണം പ്രോത്സാഹിപ്പിക്കാൻ ഹരിയാന സ്റ്റേറ്റ് റിസർച്ച് ഫണ്ട് സ്ഥാപിച്ചു. 20 കോടിയാണ് പ്രാരംഭ വിഹിതം. MSME മേഖലകളെ ശക്തിപ്പെടുത്താൻ 170 കോടിയുടെ ക്ലസ്റ്റർ വികസന പദ്ധതിയാണ് സർക്കാർ ആരംഭിച്ചത്. സുസ്ഥിര വ്യാവസായിക വളർച്ച വളർത്താൻ തന്ത്രപരമായ പദ്ധതി ലക്ഷ്യമിട്ടാണ് സർക്കാർ നടപടി. രാജ്യത്തെ മുൻനിര ഓട്ടോമൊബൈൽ നിർമ്മാണ കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഹരിയാന. രാജ്യത്ത് നിർമ്മിക്കുന്ന എല്ലാ കാറുകളുടെയും 50% ഉൽപ്പാദിപ്പിക്കുന്നതും ഹരിയാനയിലാണ്. ആഗോള ഉൽപാദന കയറ്റുമതി കേന്ദ്രം എന്ന നിലയിൽ ഭാരതത്തിന്റെ സ്ഥാനം ശക്തിപ്പെടുത്താൻ
ഹരിയാന വഹിക്കുന്നത് നിർണായക റോളാണ്. श्री नरेंद्र मोदी जी के देश के उस विजन जो उन्होंने कहा है कि हम देश के 100 नगरों को स्मार्ट सिटी बनाने का लक्ष्य आदरणीय प्रधानमंत्री जी ने रखा है और हमने हरियाणा के अंदर हमारा फरीदाबाद है, करनाल है, इन शहरों को हमने स्मार्ट सिटीज के अंदर हम काम कर रहे हैं. हमने बड़े शहरों के विकास के लिए हरियाणा में 4 मेट्रोपॉलिटन सिटी उस विकास प्राधिकरण भी हमने बनाया है.